നിത നാരായണൻ ചെയ്യുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിത, പാകിസ്ഥാൻ ഭയക്കുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ യൂണിയനോട് സഹായം അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് തുടർന്നുള്ള നടപടികൾ ഉണ്ടാകുക യൂണിയന്റെ ഭാഗത്തു നിന്ന്? അതെ മേഘ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. അതിനുള്ള നീക്കങ്ങളെല്ലാം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗവും സുരക്ഷാ സമിതി യോഗവും ഉടൻ ചേരുന്നുണ്ട്. ഈ ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യത്തെ ഒരു മന്ത്രിസഭാ യോഗമാണിത്. ആ യോഗത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാനെതിരായ ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിൽ ഏത് രീതിയിൽ തിരിച്ചടിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോഴും ജമ്മു അതിർത്തിയിൽ ഇപ്പോഴും വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും തുടരുന്നു വേണം മനസ്സിലാക്കാൻ. ഇന്ന് രാവിലെയും ഇത്തരത്തിൽ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തിരുന്നു. ഇന്ത്യൻ സൈന്യവും അത് തിരിച്ചടിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ 5 സ്ഥലങ്ങളിലാണ് പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുള്ള പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. അത് നൌഷേര, സുന്ദർബാനി, അഖ്നൂർ, ബാരാമുള്ള, കുപ്വാര തുടങ്ങിയ സെക്ടറുകളിലാണ് ഇത്തരത്തിൽ പാക് പ്രകോപനം തുടരുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഏത് തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കാകും ഇന്ത്യ കടക്കുക എന്നുള്ളത് വളരെ നിർണായക കാര്യം തന്നെയാണ്. അതിനിടയിൽ ഇന്നലെ പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രിയുമായും ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായും സംയുക്ത സേനാ മേധാവിയുമായിട്ടും ഉള്ള ഒരു ചർച്ച നടന്നിരുന്നു. ഒരു കൂടിക്കാഴ്ച, വളരെ നിർണായകമായ കൂടിക്കാഴ്ചയായിരുന്നു അത്. അതിൽ ചില നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നൽകുന്നുണ്ട്. അതിത്തരത്തിലാണ് പഹൽഗാമിലെ കൂട്ടക്കുരുതി നടത്തിയവരെ ജീവനോടെ തന്നെ പിടിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പരമാവധി അത്തരത്തിൽ തന്നെ വേണം എന്നുള്ളൊരു നിർദ്ദേശം സൈന്യത്തിനും പോലീസിനും നൽകിയിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇന്ത്യൻ സേനയും ഉള്ളത്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നതും. അനന്ത്നാഗിലെ വനമേഖലയിലാണ് കൂടുതലായും ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുന്നത്. എന്തായാലും കൂട്ടക്കുരുതി നടത്തിയവരെ ജീവനോടെ പിടിക്കണം എന്നുള്ള നിർദ്ദേശം ലഭിച്ചതോടുകൂടി തന്നെ അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ് സൈന്യവും പോകുന്നത്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ലഭിച്ചപ്പോൾ തന്നെ പാകിസ്ഥാനും ഇത്തരത്തിൽ ഒരു ഭയപ്പാടോടെയാണ് ഇന്ത്യയെ കാണുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.